താമസിക്കണം 10 വർഷം. അത് ചെറിയ ഷെഡിലായിരുന്നു. അത് പ്രളയത്തിന് ശേഷം ഇവിടുത്തെ ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു, അത് ഇടിഞ്ഞ് വീണു. അപ്പോൾ അതിന് ശേഷം തറ കെട്ടിയിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എത്തിൻ്റെ പൈസ കുറച്ച് കിട്ടിയതുകൊണ്ട് തറ കെട്ടി, ബാക്കി ആ ചെറിയും കെട്ടി. പിന്നെ ഞങ്ങൾക്കിത് കെട്ടിപ്പോക്കാനുള്ള നിർവാഹമില്ല അങ്ങനെ നോക്കിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിമുള്ള സഹോദരങ്ങളെ, എറണാകുളം ജില്ലയിൽ ഒരു പ്രദേശത്ത് ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വന്ന അപേക്ഷ പ്രകാരം വന്നതായിരുന്നു ഞങ്ങൾ. ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൊഴിലുറപ്പാണ്, ഇല്ല ഒരു വർഷത്തിൽ 100 പണിയുള്ളത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി എടുക്കും. 66 വയസ്സായി. ജോലി ചെയ്യാൻ പറ്റുമോ? ആരോഗ്യം ആളെ കണ്ട അങ്ങനെ പറയൂല, പക്ഷേ വയസ്സത്ര ആയിട്ടുണ്ട്. ജോലി ചെയ്യാനൊക്കെ എതപ്പാണ്. ഇങ്ങനെ കുറച്ച് വീർത്ത് തന്നെ വേദനയുണ്ട്. ആസ്പത്രിയിൽ പോകാൻ വിളിച്ചാൽ വരൂല ആളൊട്ട്. അത് ഞങ്ങളുടെ തൊഴിലുറപ്പിന് പൈസ കുറച്ചും കൂടി കയറാനുണ്ട്, ചിലവിനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ടാണ് എനിക്ക് വയ്യാഞ്ഞിട്ട് 3 സ്റ്റോപ്പ് നടന്നാണ് ഞാൻ ആ വീട് ക്ലീൻ ചെയ്യാനും അലക്കാനൊക്കെ പോണത്. 400 രൂപ കിട്ടും ആഴ്ചയിൽ 3 ദിവസം ഉള്ളത്. എന്നാൽ അതൊന്നിനും തികയൂല. കറണ്ട് ബില്ലും അതും ഇതൊക്കെ വരുമ്പോഴേ, ഗ്യാസൊക്കെ വരുമ്പോൾ തികയൂല. എന്നാലും ഞാൻ ബാധ്യത കടം നമ്മൾക്ക് വരരുത്, മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കടവില്ലാതെ ഉന്തിത്തള്ളി നീക്കും. അത് വെച്ചിട്ട് ഒരു മഴ പെയ്താൽ അതല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ ഏത് സമയവും തകർന്നു വീഴാറായ ഒരു ചിതൽ പിടിച്ച ഒരു വീട്. ഏറെ കാലമായി ഈ വീട്ടിൽ ഇവർ താമസിക്കുന്നു. കുടുംബത്തിലോ ബന്ധത്തിലോ അയൽവക്കത്തോ ഒന്നും തന്നെ ഇവരെ സഹായിക്കാൻ മറ്റാരുമില്ലാത്ത ഈ കുടുംബം തൊഴിലുറപ്പിന് പോയിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനോ അതല്ലെങ്കിൽ മരുന്നിനോ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ്. ഇവരുടെ ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ വീടിൻ്റെ രൂപമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അങ്ങനെയൊന്നും വേണ്ട നമുക്ക്. അള്ളാഹു അസുഖമില്ലാണ്ട് പണിയെടുക്കാൻ പറ്റിയാൽ മതി. എല്ലാവരും സാധുക്കളാണ് ചുറ്റിനുള്ളവർ. ചോർന്നിട്ട് ജമാഅത്തിൻ്റെ ഒരു പയ്യനുണ്ട് നമ്മളിവിടെ ജലീൽ എന്ന് പറഞ്ഞാൽ, അവൻ ഷീറ്റ് വാങ്ങിച്ചിട്ട് വന്നേക്കണത്. വന്നിരുന്നപ്പോൾ അവൻ കണ്ട് ഞാൻ നിസ്കരിക്കണോടത്തൊക്കെ വെള്ളം വീണാക്കണത്. അവനത് വാങ്ങിച്ചിട്ട് തന്നെ ഷീറ്റ് വാങ്ങിച്ച് എത്താത്ത വേറൊരു ടീം പറഞ്ഞിട്ട് ആ നമ്പറും കൊടുത്തതാണ്. വീട് വെച്ച് തരും, ഇങ്ങനെ തറ കെട്ടിയിട്ടുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടാവണം, തറയും കെട്ടിയിട്ടുണ്ടെങ്കിൽ വെച്ച് തരും എന്ന് പറഞ്ഞു. ഇവരുടെ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് ഏകദേശം വരുന്നത് 8,50,000 രൂപയാണ്. ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങളെ കഴിയുന്ന എല്ലാവരുടെയും സഹായങ്ങൾ നൽകുക. വലിയ ആധുനിക സൗകര്യങ്ങൾ കൂടി ജീവിക്കുന്ന നമ്മൾ ഇത്തരം വീടുകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. എത്ര തന്നെ കൊടുത്താലും അതിൻ്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്. നിങ്ങൾ പരമാവധി ഈ കുടുംബത്തിനെ സഹായിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് ഷെയർ ചെയ്തും ഈ കുടുംബത്തിൻ്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.